ഇന്ന് നമുക്ക് കുഴലപ്പത്തിനും അരിയുണ്ടക്കും ഉണ്ണിയപ്പത്തിനെല്ലാം ഓർഡറുള്ളൊരു ദിവസമാണ്. ആദ്യം ഉണ്ണിയപ്പെല്ലാം ചുട്ട് റെഡിയാക്കിയതിന് ശേഷം അമ്മ വേഗം അരിയുണ്ടയാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. നമ്മ അരിയുണ്ട ഉണ്ടാക്കുന്നത് ചുവന്ന അരി കൊണ്ടാണ് കേട്ടാ. ചുവന്ന അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ചോറലുണ്ടാക്കാൻ എടുക്കുന്ന ചുവന്ന അരിയില്ലേ, അതന്നെ. അരി ആദ്യം ഓടിന്റെ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ അത് ഏലക്കായും ചേർത്തൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ വെള്ളം പാവാക്കിയിലേക്ക് തേങ്ങ ചിരകിയതും നെയ്യും അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഉപ്മാവെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ ദിവസം കേടുകൂടാണ്ട് നിൽക്കും. പിന്നെ തണിയാൻ പാടില്ല, ചൂടോടെ തന്നെ ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളതാ നല്ല അടിപൊളി അരിയുണ്ട ഇട റെഡി. പിന്നെ നമ്മൾ വേഗം കുഴലപ്പത്തിൻ്റെ പരിപാടി നോക്കി. കുഴലപ്പം 1-2 ടൈപ്പിൽ ഉണ്ടാക്കലുണ്ട്. നമ്മൾ ഈ ഒരു ടൈപ്പ് കുഴലപ്പാണ് ഉണ്ടാക്കാറ്. കുഴലപ്പവും അരിയുണ്ടിയും ഉണ്ണിയപ്പവും എല്ലാം ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് ലോങ് വീഡിയോ നമ്മളെ ചാനലിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇതാ നമ്മളെ അരിയുണ്ടിയും ഉണ്ണിയപ്പവും കുഴലപ്പവും ഓരോന്നായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ പാക്കറ്റിലെ ഉണ്ണിയപ്പം നമ്മളെ ബാംഗ്ലൂരിലെ വേറൊരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ അമ്മേനെ തിരുത്തിയിട്ട് കുടുംബം എന്ന് പറയുന്നത്. അതെ, നമ്മളെ യൂട്യൂബ് ഫാമിലിയിലെ അംഗങ്ങളാണ് കേട്ടാ. നിങ്ങൾ ഓരോരുത്തരും നമ്മളെ സ്വന്തം. ലാസ്റ്റ് നമ്മളെ കുഴലപ്പവും റെഡി ആയിട്ടുണ്ട്.